ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക സദസ്സിനെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന പ്രഭാഷകൻ മലയാളികൾക്ക്, വിശിഷ്യ സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത, മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള പ്രമുഖനായ ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന പ്രമുഖ സിനിമാ നടൻ, സാമൂഹ്യ രംഗങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന എഴുത്തുകാരൻ കൂടിയായ ശ്രീ പ്രേംകുമാർ സാറാണ്. സാറിനെ ഔപചാരികതകൾ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് സഖാവ് എന്ന ചിത്രത്തിലാണ്. സഖാവ് പി കൃഷ്ണപിള്ളയായി അദ്ദേഹം അരങ്ങിൽ മികച്ച ഒരു വേഷം കാഴ്ചവെക്കുകയും പിന്നീട് സിനിമയിൽ സഹനടനായും മറ്റ് വേഷങ്ങളിലും നായക നടനായും ഒക്കെ അഭിനയിക്കുകയും പിന്നീട് സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന രീതിയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം, വിശിഷ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എഴുത്തിൻ്റെ മേഖലകളിലേക്ക് ഇപ്പോൾ DC ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ബുക്കിലേക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ വ്യാപ്തിയുള്ള ഒരു കാലം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സാംസ്കാരിക പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ. ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കലാമണ്ഡലത്തിൻ്റെ ഒരു ഗംഭീര പരിപാടി അല്പസമയം കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് കാണാനായിട്ടാണ് നിങ്ങൾ കൗതുകത്തോടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ഒരു ഇടവേളയിൽ ഞാനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അരോചകമാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് കുറച്ച് എൻ്റെ ചില ചിന്തകൾ, എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു സാംസ്കാരിക പ്രഭാഷണത്തിൻ്റെ ഒരു നിയതമായ ചട്ടക്കൂടിൽ സാമ്പ്രദായികമായ ഒരു രീതിയിലാകുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിനൊരു അടുക്കും ചിട്ടയുമോ ഒക്കെ ഉണ്ടാകുമോ എന്നും സംശയമുണ്ടെങ്കിലും അത് എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചില നിരീക്ഷണങ്ങളെന്നോ അഭിപ്രായങ്ങളെന്നോ ഒക്കെ പറയാവുന്ന തരത്തിൽ, അത് മുമ്പ് ആരും പറഞ്ഞിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ഇതുവരെ ആരും കണ്ടെത്താത്തതോ ആയിട്ടുള്ള അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എനിക്ക് ഈ മനുഷ്യരോടാണ് സംസാരിക്കാറുള്ളത്. എല്ലാം മനുഷ്യന് വേണ്ടി കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനാവുകയാണ് ഏറ്റവും പ്രധാനം. നല്ല മനുഷ്യനാവുകയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മൃഗങ്ങൾ പരിണമിച്ചിട്ട് മനുഷ്യനുണ്ടായി എന്ന പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, അതെന്തുകൊണ്ടോ എൻ്റെ യുക്തിക്ക് അത്രയങ്ങോട്ട് നിരക്കാത്തത് കൊണ്ട് അതിനോടൊരു വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഒരു മൃഗം പരിണമിച്ച് ഒരു മനുഷ്യൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം അത് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിൽ അലട്ടുന്ന ഒന്നാണ്. മനുഷ്യനെന്ന് പറയുന്നത് മനനം ചെയ്യുന്നവരാണ്. അത് മനുഷ്യന് മാത്രമുള്ള ഒരു വലിയ സവിശേഷതയാണ്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു മഹാവിസ്മയമാണ്. ഉദാത്തമായ ചിന്തകൾ, ബുദ്ധി, ആശയങ്ങൾ, ആശയവിനിമയ ഉപാധികൾ, ഭാഷ, നന്മതിന്മകളെക്കുറിച്ചുള്ള വിവേചന ബുദ്ധി, തിരിച്ചറിവുകൾ, ഔചിത്യബോധം, ഉദാത്തമായ ഒരുപാട് സർഗാത്മകമായ കഴിവുകൾ,
ഇങ്ങനെ മനുഷ്യത്വം എന്ന് പറയുന്നത് മനസ്സിലുള്ള നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ദയയും ഇങ്ങനെ ഉദാത്തമായ ഒരുപാട് സവിശേഷ ഗുണങ്ങൾ ഉള്ളവരാണ് മനുഷ്യൻ. അവൻ്റെ മനുഷ്യത്വവും ഉദാത്തമായ സംസ്കാരവും എല്ലാം കൂടിച്ചേരുമ്പോൾ അപ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാകാൻ ഏതെങ്കിലും ഒരു മൃഗം എത്ര കാലം പരിണമിച്ചാലും എങ്ങനെയൊക്കെ പരിണമിച്ചാലും ഇത്രയും പൂർണ്ണതയുള്ള ഭാവനാസമ്പന്നനായ ക്രിയാത്മകമായ ഒരുപാട് കഴിവുകളുള്ള മനസ്സെന്ന് പറയുന്ന ഏറ്റവും സങ്കീർണമായ ഒരു പ്രക്രിയയുള്ള മാനസിക തലങ്ങളുള്ള മാനസിക ഭാവങ്ങളുള്ള എങ്ങനെയുള്ള ഒരു മഹാവിസ്മയമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മൃഗങ്ങൾക്ക് പരിണമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ സംസ്കാരം എന്ന് പറയുന്നത് സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹമാണ് ഏറ്റവും പ്രധാനം മനുഷ്യനെ സംബന്ധിച്ച്, ഈ ഭൂമിയെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അങ്ങനെ നിറഞ്ഞ സ്നേഹമുള്ളപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു മനുഷ്യനായി മാറുമ്പോൾ തീർച്ചയായും അവൻ്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യൻ്റെ ഏറ്റവും നിറഞ്ഞ ഒരു ഭാവമെന്ന് പറയുന്നത്, ഏറ്റവും നന്മയുള്ള ഭാവം സ്നേഹമാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളുടെയും സർവത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹം എന്ന വികാരമാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സർവവും. എല്ലാ മതങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും എല്ലാ പുരാണങ്ങളും എല്ലാ ഇതിഹാസങ്ങളും എല്ലാ ദർശനങ്ങളും എല്ലാ മഹാചിന്തകളും ചിന്തകന്മാരും മഹത്വചനങ്ങളും എല്ലാ ഇസങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവ എന്നാണ് ഹൈന്ദവ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കൽ, ദൈവത്തെ സേവിക്കൽ എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കലാണ്, സ്നേഹിക്കലാണ് എന്നാണ് അതർത്ഥമാക്കുന്നത്. ദരിദ്രനായ മനുഷ്യനെ സ്നേഹിക്കാത്തവനെ സഹായിക്കാത്തവനെ പരമകാരുണികനായ അള്ളാഹു സ്നേഹിക്കയില്ല, സഹായിക്കയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ, നിന്റെ കൂട്ടുകാരനെ, മറ്റുള്ളവരെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കൂ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. അതിലൊക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കൂ. അത് വെറുതെ സ്നേഹിച്ചാൽ പോരാ, നിന്നെപ്പോലെ നീ സ്നേഹിക്കണം. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. ഒരുവൻ സ്വയം എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നുവോ അതുപോലെ അതേ അളവിൽ അതേ തീവ്രതയിൽ മറ്റു മനുഷ്യരെ സ്നേഹിക്കൂ. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്നേഹം തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ട് തന്നെയാണ് വയലാർ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് ഗംഭീരമായി പാടിയത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം തന്നെ സ്നേഹമാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് അത് സ്നേഹം ആണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെയൊക്കെ സദസ്സിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കുറേ സ്വർണമോ വലിയ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ വലിയ വിദ്യാഭ്യാസമോ കുറേ ധനമോ ഭൂമിയോ വലിയ സമ്പത്തോ ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതച്ചു നൽകാൻ നമുക്ക് കഴിയണം. സ്നേഹം നൽകാൻ നമുക്ക് കഴിയണം. അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മറ്റു മനുഷ്യരെ ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ മനുഷ്യനായി കണ്ട്
അവനവനെപ്പോലെ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. സ്നേഹം തന്നെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെ സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതച്ചു നൽകി നമ്മൾ വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ സമൂഹത്തിൽ ഏറ്റവും നല്ല മാതൃകകളായി വളർന്നു വരും. അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒന്നും മാരകമായ ലഹരികൾക്ക് അടിമപ്പെട്ട് ജീവിതം തുലച്ചു കളയുന്നവരാകില്ല. അവർ വലിയ വിദ്യാഭ്യാസവും വലിയ സമ്പത്തുമൊക്കെ സ്വയം ആർജിച്ചുകൊള്ളും. സ്നേഹമെന്ന നന്മയുടെ വെളിച്ചം ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ അവരുടെ പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും ഒന്നും തെരുവോരങ്ങളിലോ വഴിയോരങ്ങളിലോ അമ്പല നടകളിലോ ഒന്നും കൊണ്ടുപോയി നടതള്ളുന്നവരായി മാറില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായമായ മനുഷ്യരെയൊക്കെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്തു നിർത്തി വാത്സല്യത്തോടെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒന്നും വിഷം പുരളാൻ സ്നേഹത്തിൻ്റെ നന്മയുടെ പ്രകാശം ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല. അവർ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി, ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളായി മാറില്ല. ആലോചിച്ച് നോക്കൂ, ഈ വർത്തമാനകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ പോലും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വിഷവിത്തുക്കൾ വിതയ്ക്കുന്ന ഒരു നിർഭാഗ്യകരമായ കാലമാണ്. നമ്മൾ നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലത്ത് കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ജാതിയോ മതമോ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെയൊന്നും പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകരുടെയോ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുടെയോ ഒന്നും ജാതിയും മതവും ഇന്നുവരെ എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെങ്ങനെയാണ് നമ്മുടെ അധ്യാപകരുടെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ജാതിയും മതവും ഒക്കെ ചിന്തിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്? നമ്മെ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറുടെ, നമുക്ക് മരുന്ന് നൽകുന്ന ഏതെങ്കിലും ഒരു സിസ്റ്ററുടെ ജാതിയോ മതമോ നമ്മൾ തിരക്കാറുണ്ടോ? പക്ഷേ ഈ വർത്തമാനകാലം, ആധുനിക കാലം അത്തരം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വിഷമിങ്ങനെ വമിപ്പിക്കുന്ന ചില ചിത്രശക്തികൾ കടന്നു കയറിയിട്ട് മലീമസമാകാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ഈ ആധുനിക കാലത്ത് ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് അങ്ങനെ ചിന്തിച്ച് ഒരിഞ്ചെങ്കിലും നമുക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാനാകുമോ? ആലോചിച്ച് നോക്കൂ, നമ്മെ ദിവസവും അന്നമൂട്ടുന്ന പാവപ്പെട്ട കർഷകൻ, അവൻ ഏതു ജാതിയാണ് ഏതു മതമാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? ബസ്സിലും ട്രെയിനിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ഓടിക്കുന്ന ഡ്രൈവറുടെ ജാതി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ട്രെയിനിലും വിമാനത്തിലുമൊക്കെ ദീർഘദൂരമൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് ഓടിക്കുന്നവൻ്റെ ജാതിയും മതവും പോയിട്ട് ആ ഓടിക്കുന്ന വ്യക്തിയെപ്പോലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പോലും നമ്മൾ സുരക്ഷിതമായി നമ്മുടെ ജീവൻ ആ വ്യക്തിയെ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ? എങ്ങനെയാണ് നമുക്ക് ജാതിയും മതവും ഒക്കെ ഈ ആധുനിക കാലത്ത് ചിന്തിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനാവുക? നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രം നോക്കൂ, ഇതിലെ ഓരോ നൂലിലെയും എത്രയെത്ര മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. എത്രയെത്ര തൊഴിലാളികളുടെ കൈകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ രൂപപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ താമസിക്കുന്ന ഭവനങ്ങൾ എത്രയെത്രയ മനുഷ്യരുടെ അധ്വാനവും വിയർപ്പുമാണത്. അതിലെ ഓരോ ഇഷ്ടികയും വയ്ക്കുമ്പോൾ, അതിന് സിമൻറ്റ് തേക്കുമ്പോൾ എത്രയെത്ര മനുഷ്യരുടെ, എത്രയെത്ര തൊഴിലാളികളുടെ നിസ്വാർത്ഥമായ സേവനമാണ്. അവിടെയാണ് നമ്മൾ സ്വസ്ഥമായി അന്തി ഉറങ്ങുന്ന നമ്മുടെ ഭവനങ്ങൾ. നമുക്കെങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജാതിയും മതവും ചിന്തിച്ച് ജീവിക്കാനാവുന്നത്? കേരളം എന്ന് പറയുന്നത് എന്തൊരു മഹാനാടാണ്. ഞാൻ കേരളീയൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഈ കേരളത്തിൽ ജനിച്ചു, ഒരു മലയാളിയായി ജനിച്ചു എന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം, ഈ ആധുനിക കേരളമൊക്കെ രൂപപ്പെട്ടത് ഒരുപാട് ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ തുടച്ചെറിഞ്ഞ്, ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞ്, ഒരുപാട് ധീരമായ പോരാട്ടങ്ങളിലൂടെ അതിലൂടെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഈ സാംസ്കാരിക കേരളം, ആധുനിക കേരളം, നവോത്ഥാന കേരളം. എത്രയെത്ര മഹാമനുഷ്യർ, അയ്യാ വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി, മഹാത്മാ അയ്യങ്കാളി, എത്രയെത്ര മഹാമനുഷ്യർ. ചരിത്രത്തിലെവിടെയും ഇടം പിടിക്കാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത എത്രയോ മഹാമനുഷ്യർ വേറെയുമുണ്ട്. അവരൊക്കെ രൂപപ്പെടുത്തിയതാണ് ഈ കേരളം. കനൽ വഴികളിലൂടെയായിരുന്നു അവരൊക്കെ സഞ്ചരിച്ചത്. കനൽ വഴികളിൽ ഒടുങ്ങി അങ്ങനെയാണ് കേരളം രൂപപ്പെട്ടത്. ആ കേരളത്തിൽ
എത്ര സമാധാനത്തോടും സന്തോഷത്തോടും പരസ്പര സ്നേഹത്തോടെ, പരസ്പര സൗഹൃദത്തോടെ, പരസ്പര സഹവർത്തിത്വത്തോടെ, പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും സഹായിച്ചുമൊക്കെ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ജനത സ്നേഹത്തിൻ്റെ ചരടിലിങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ എത്രയോ കാലമായി ഇവിടെ സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം സ്നേഹത്തോടെ വസിക്കുന്ന ഒരു ജനതയുടെ മധ്യത്തിലാണ് ഇന്നിപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വിഷവിത്തുക്കൾ ചില ഛിദ്രശക്തികൾ വിതറാൻ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പോലും മനസ്സുകളിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വിഷം ഇങ്ങനെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്. എന്തൊരു ബീഭത്സമായ ഒരു വർത്തമാനകാലമാണ് എന്ന് ചിന്തിക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി മനുഷ്യനെ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കേരളമെന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും വലിയ മാനവ സ്നേഹത്തിൻ്റെ മാനവികതയുടെ ഒരു നാടാണ്. ഈ ആധുനിക കേരളം നമ്മൾ എല്ലാ രംഗങ്ങളിലും ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കലാകായിക രംഗങ്ങളിലൊക്കെ വലിയ ഔന്നത്യം നമ്മൾ നേടിയിട്ടുണ്ട്. ഏറ്റവും വലിയ മനുഷ്യ സൗഹൃദവും മതസൗഹൃദവും മാനവ സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്. മനുഷ്യ സ്നേഹം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മുഖമുദ്ര. ആ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ നാട് ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ എല്ലാ നന്മകളുടെയും മഹത്വത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് കേരളം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വർത്തമാനകാലത്ത് കേരളത്തിൻ്റെ അത്തരം യഥാർത്ഥ നന്മകൾ, യഥാർത്ഥ മഹത്വം അതൊക്കെ തമസ്കരിക്കുകയും വ്യാജമായ കേരളത്തിൻ്റെ ചില ചരിത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ വ്യാജമായ തരത്തിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ നന്മകളെയും മൂടിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇതാണ് എന്ന തരത്തിൽ ചില പുതിയ വ്യാജമായിട്ടുള്ള കേരള സ്റ്റോറികൾ രചിക്കപ്പെടുകയാണ്. അതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുകയാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ച് കാട്ടി ഇതാണ് കേരളത്തിൻ്റെ സാമാന്യമായ ഒരു അവസ്ഥ എന്ന് ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തീർച്ചയായും സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അത്തരം അജണ്ടകളെ നമ്മൾ തകർത്തെറിയേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും നല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തെ നമുക്ക് ആ രീതിയിൽ തന്നെ കാത്ത് പരിപാലിക്കാൻ ഓരോ മലയാളിക്കും ഓരോ കേരളീയനും ഉത്തരവാദിത്വമുണ്ട്. ഇന്നിപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഞാനൊരു കേരളീയനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന കേരളീയർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക. ഇവിടെ നമ്മൾ പല പല പ്രാദേശികമായ ചിന്താഗതികളിലും പല പല ജാതി മത ചിന്താഗതികളിലും പല പല രാഷ്ട്രീയ കളങ്ങളിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ. പക്ഷേ കേരളീയൻ വിദേശത്ത് പോകുമ്പോൾ, പ്രവാസ ജീവിതം നയിക്കുമ്പോൾ അവിടെ അഭിമാനത്തോടെ പറയും ഞാനൊരു കേരളീയനാണ് എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും പല പല രാഷ്ട്രീയ ജാതിമത പ്രാദേശിക കളങ്ങളിൽ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്ന കേരളീയനായിട്ട് നമ്മൾ മാറുന്നു. എന്തൊക്കെ വിഭാഗീയമായ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ശരി, മലയാളം എന്ന് പറയുന്ന ഒരു മഹാഭാഷ സ്വന്തമായിട്ടുള്ള ഒരു ജനതയല്ലേ നമ്മൾ. മലയാളം എന്ന് പറയുന്ന ശ്രേഷ്ഠ ഭാഷ സംസാരിക്കാൻ അവകാശം കിട്ടിയിട്ടുള്ള ഒരു മഹാജനതയല്ലേ നമ്മൾ. ആ മലയാളം എന്ന ഒറ്റ വികാരത്തിലെങ്കിലും നമ്മൾ കേരളീയർ, മലയാളികൾ ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നേറുന്ന ഒരു ജനതയല്ലേ നമ്മൾ. നാടിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ നന്മകൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ മലയാളികൾ ഒന്നിച്ചൊറ്റക്കെട്ടായി മുന്നേറേണ്ടുന്ന ഒരു ജനതയാണ്. ആ ഒന്നിച്ചു നിൽക്കേണ്ട നമ്മളെയാണ് പലരും ഭിന്നിക്കാൻ ശ്രമിക്കുന്നത്. ആ ദുഷ്ടശക്തികൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സദസ്സിൽ ഇതൊരു കേരളീയത്തിൻ്റെ ഒരു വേദിയാണ്. കേരളീയം തീർച്ചയായും നമ്മുടെ അഭിമാനങ്ങളെ, നമ്മുടെ എല്ലാ രംഗങ്ങളിലും നാം നേടിയ നേട്ടങ്ങളെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ പരിപാടിയാണ്. നമ്മുടെ സാംസ്കാരിക ഔന്നത്യം, നമ്മുടെ എല്ലാ രംഗങ്ങളിലുമുള്ള നാം കൈവരിച്ചിട്ടുള്ള ഔന്നത്യങ്ങൾ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്നു. ഒപ്പം മലയാളി എന്ന്
നമ്മുടെ മഹത്വങ്ങളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നുവോ എന്ന സംശയമുണ്ട്. നമ്മൾ മറന്നു പോയിരിക്കുന്ന നമ്മുടെ മഹത്വങ്ങൾ, നമ്മുടെ ഔന്നത്യങ്ങൾ, നമ്മുടെ യഥാർത്ഥ സ്വത്വം, നമ്മുടെ സത്ത, അതുകൂടി നമ്മൾ മലയാളികളെ കൂടി ബോധ്യപ്പെടുത്താൻ ഈ കേരളീയം ഉപയോഗപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ ഓർമ്മിപ്പിക്കാൻ, നമ്മളെങ്ങനെ നമ്മളായി എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാൻ കൂടി കേരളീയം ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യരെ ഒരുമിപ്പിക്കാൻ, ഒന്നിപ്പിക്കാൻ, സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, പ്രേരിപ്പിക്കാൻ ഒക്കെ ഇതുപോലുള്ള ഉത്സവങ്ങൾ, ഇതുപോലുള്ള ആഘോഷങ്ങൾ തീർച്ചയായും അതിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു സ്നേഹത്തിൻ്റെ മഹാസംഗമമായിട്ടാണ് ഞാൻ കാണുന്നത്. നോക്കൂ, എന്ത് മനോഹരമാണ് ഈ സദസ്സ്. ഇവിടെ നമ്മൾ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒക്കെ ചിന്തിച്ചങ്ങനെ വേറൊരു തലത്തിലിരിക്കുന്നവരല്ല. നമ്മൾ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പരസ്പര സാഹോദര്യത്തിൻ്റെ, മാനവികതയുടെ ഉന്നതമായ ചിന്തകളുമായിരിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്. ഇതുതന്നെയാണ് കേരളീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത്. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനാവുക തന്നെയാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനാവട്ടെ, നമ്മളെല്ലാം നല്ല മനുഷ്യരാകട്ടെ. ഉള്ളിൽ നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവുമുള്ള, മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്ന, സഹജീവികളെ സ്നേഹിക്കുന്ന, മണ്ണിനെ, മരങ്ങളെ, പൂക്കളെ, പുഴകളെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ എല്ലാറ്റിനെയും സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായി നമുക്ക് മാറാം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകരായി നമുക്ക് മാറാം. സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുമാത്രം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്, ലോകമെമ്പാടും അതിജീവന പോരാട്ടം നടത്തുന്നവരെ ഓർത്തുകൊണ്ട്, അത് പാലസ്തീനിലും ഇസ്രായേലിലും എല്ലാമുള്ള പാവപ്പെട്ട മനുഷ്യരാണ് ഓരോ യുദ്ധങ്ങളിലും മരിച്ചു വീഴുന്നതും മനുഷ്യരാണ്. അത് ലോകത്തെവിടെയായാലും മനുഷ്യരാണ്. ആ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, പോരാടുന്നവരോട്, ചേർത്ത് നിൽക്കുന്നവരോട്, അതിജീവന പോരാട്ടം നടത്തുന്നവരോടൊക്കെ ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ സാംസ്കാരിക സദസ്സിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് സ്നേഹമെന്ന വാക്കാണ്. സ്നേഹത്തിൻ്റെ, ഇന്നത്തെ ഈ സമൂഹത്തിന് സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു പ്രഭാഷണം, ശ്രദ്ധേയമായൊരു പ്രഭാഷണമാണ് സാർ കാഴ്ചവെച്ചത്. സ്നേഹമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ പഴങ്ങളോ ഇലകളുമില്ലാത്ത മരം പോലെയാണെന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇത്രയും മനോഹരമായൊരു പ്രഭാഷണം കാഴ്ചവെച്ച പ്രേംകുമാർ സാറിന് സാംസ്കാരികാര്യ വകുപ്പിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സാർ. ഒപ്പം ഈ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി കേട്ടുനിന്ന എല്ലാ പ്രിയ ആളുകൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. നമസ്കാരം. അല്പസമയത്തിനുള്ളിൽ കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും ഡാൻസ് ഫ്യൂഷനും ഇവിടെ അരങ്ങേറുന്നതാണ്. എല്ലാ ആളുകളും ദയവായി വെളിയിൽ നിൽക്കുന്നവരുൾപ്പെടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന മെഗാ ഷോ ആരംഭിക്കുകയാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ മെഗാ ഷോയിൽ 2 പരിപാടികളാണുള്ളത്. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി, അതിൻ്റെ സംഗീതം, കഥകളി സംഗീതത്തിൻ്റെയും നൃത്തസംഗീതത്തിൻ്റെയും കർണാടക സംഗീതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കേരള കലാമണ്ഡലത്തിലെ വാദ്യ അധ്യാപകർ, സംഗീതാധ്യാപകർ എന്നിവർ ചേർന്നൊരുക്കുന്ന ഒരു വാദ്യ സമന്വയം, ഒരു ട്രഡീഷണൽ ബാൻഡാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം ഭാരതത്തിലെ 18ഓളം നൃത്തരൂപങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കേരള കലാമണ്ഡലത്തിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രംഗമാല എന്ന ഒരു ഡാൻസ് ഫ്യൂഷനും ഉണ്ടാവും. ഈ വാദ്യ സമന്വയം ട്രഡീഷണൽ ബാൻഡിന് നേതൃത്വം നൽകുന്നത് പ്രശസ്ത കീബോർഡ് വാദകനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായിട്ടുള്ള ശ്രീ പ്രകാശ് ഉള്ളേരിയാണ്.
പ്രകാശ് ഉള്ളേരിയെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻജോയ് ദ പ്രോഗ്രാം. താങ്ക് യു. ഒരു വെളിച്ചം തരുമോ? ആ, എല്ലാവർക്കും നമസ്കാരം. ക്രൗഡിൻ്റെ ഒരു ലൈറ്റും കൂടെ തരുമോ? അവരൊന്ന് കാണാൻ, ബഹുമാനപ്പെട്ടവരെ. ആ, എല്ലാവർക്കും നമസ്കാരം. എന്തോ ഒരു ഉഷാറില്ലാത്ത ഒരു കയ്യടി തുടങ്ങല്ലേ നമുക്ക്? ആ തമ്പുരു കുറച്ച് വോളിയം കുറയ്ക്കുക ആജ മോണിറ്ററിൽ, ഫ്രണ്ടിൽ കുറച്ച്. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ നിരവധി പ്രോഗ്രാംസിന് നിശാഗന്ധിയിലും അല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങളെ സ്നേഹം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ. കഴിഞ്ഞ ഓണത്തിന് കൂടെ ഇതൊരു പ്രത്യേക സംരംഭമാണ്. ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ വിവിധ മേഖലയിലെ നമ്മളെ കേരളത്തിലെ മഹാരഥന്മാരാണ്. ശരിക്കും ഓരോരോ ബഹുമാനപ്പെട്ട കലാകാരന്മാരാണ്. മൃദംഗമായാലും ചെണ്ടയായാലും വോക്കൽസ് ആയാലും തിമിലയായാലും ഇടയ്ക്കായാലും മറ്റ് എല്ലാവരും തന്നെ കേരളത്തിലെ ലെജൻസാണ് അതായത് മേഖലയിലുള്ള. അപ്പോൾ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു ആശയം വന്നപ്പോൾ എന്നെ വിളിച്ചതിന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായിട്ടുള്ള കേരള കലാമണ്ഡലം രജിസ്ട്രാർ രാജേഷ് ജി, അതുപോലെ മുൻ വൈസ് ചാൻസലർ നാരായൺജി, എല്ലാവരോടുള്ള കടപ്പാട്. ഒപ്പം നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കേൾക്കണം, ആസ്വദിക്കണം. കാരണം ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ക്ലാസിക്കൽ കൃതികൾ, കഥകളി പദങ്ങൾ, അങ്ങനെ ഞങ്ങളുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം തന്നെ എല്ലാ കലാകാരന്മാരെയും ഒന്ന് പരിചയപ്പെടുത്താം. അതോടുകൂടി പിന്നെ വർത്താനൊന്നും ഉണ്ടാവില്ല. അതാണ് കേട്ടോ വേഗം നിർത്തുന്നത്. ഇന്ന് കഥകളി സംഗീതത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള കലാമണ്ഡലം വിനോദ്ജിയാണത്. നല്ലൊരു കയ്യടി എല്ലാവരും. അതുപോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യനാണ് കലാമണ്ഡലം വിശ്വാസ്. കലാമണ്ഡലത്തിലെ കർണാട്ടിക് അധ്യാപകന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ടവരാണ് ശ്രീ കാർത്തികേയൻ, അതുപോലെ സാഗർദാസ്, കലാമണ്ഡലം സുപ്രഭ, കലാമണ്ഡലം ശരണ്യ ആൻഡ് ലക്ഷ്മിപ്രിയ അവിടുത്തെ സ്റ്റുഡൻ്റാണ്. ഓക്കെ. മൃദംഗം ഇന്ന് വായിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല മൃദംഗം പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള സാക്ഷാൽ ബാലമുരളീകൃഷ്ണ സാറ് മുതൽ ഇങ്ങ് താഴെ ഉള്ള കുട്ടികൾക്ക് വരെ വായിക്കുന്ന മഹാരഥനായിട്ടുള്ള കലാകാരനാണ് ശ്രീ പാലക്കാട് മഹേഷ്. നിറഞ്ഞൊരു കയ്യടി മഹേഷ്. ചെണ്ടയിൽ അതുപോലെ തന്നെ വളരെ 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 എന്താ പറയുക പ്രാവീണ്യം നേടിയിട്ടുള്ള കലാകാരന്മാരാണ്. ശ്രീ കലാമണ്ഡലം ഹരീഷ്, അതുപോലെ കലാമണ്ഡലം വേണുഗോപാൽ. ഇവരെല്ലാവരും തന്നെ കഥകളി കൊട്ട് എന്ന് പറയുന്നതിൽ ഭയങ്കര പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ്. അതുപോലെ തായമ്പക, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിരുന്ന് തന്നെ അവരൊരുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും കൈ അടിച്ചു കഴിഞ്ഞോ? ആ, പിന്നെ വേണുമോഹൻ മദ്ദളം. മദ്ദളത്തിൽ ശ്രീ വേണുഗോപാൽ, അതുപോലെ ശ്രീജിത്ത് അവർകൾ, എടക്കയിൽ നിതിൻ കൃഷ്ണ, അതുപോലെ തിമിലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ശ്രീ രതീഷ് കുമാർജി, അതുപോലെ വാസുദേവൻജി. നന്നായിട്ടൊന്ന് കൈപോക്കിയാൽ നന്നായിട്ട് കൈയടിക്കും കേട്ടോ.
മിഴാവിൽ ശ്രീ സജിത് വിജയൻ. ഇദ്ദേഹം റഹ്മാൻ സാറ് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണ്ടായി. അതിൽ മെയിനായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ്. കേരളത്തിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ഒരു കലാകാരനാണ്. റൈറ്റ്? യാ, ഓക്കെ. ഇനി താളം ശ്രീരാഗ്, നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്. ശ്രീരാഗിന് വേണ്ടി നന്നായിട്ടൊന്ന് കൈയടിക്കുക കേട്ടോ. ഡ്രംസിൽ ഋഷികേശ് ശരിക്കും പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്. തബല ഉഗ്രൻ ആർട്ടിസ്റ്റാണ് ഋഷികേശ്. അതുപോലെ ബേസ് ഗിറ്റാറിൽ ഇന്ന് ജാക്സൺ ഒരുപാട് ഫ്യൂഷൻ സംഗീത മേഖലയിലും മറ്റുള്ള സിനിമാ മേഖലയിലും എല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് ജാക്സൺ. പിന്നെ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ ഖാജ ഹുസൈൻ. അതുപോലെ ഒരിക്കൽ കൂടെ ഇത്രയും നല്ല സൗണ്ട് തന്നിട്ടുള്ള RIC ലൈറ്റ് ആൻഡ് സൗണ്ട്, മറ്റുള്ള എല്ലാവരും ഈ പ്രോഗ്രാം വിജയിക്കാൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരോടെല്ലാവരോടും തന്നെ കലാമണ്ഡലത്തിൻ്റെയും എൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. കുറച്ച് സമയം ഇനി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. താങ്ക് യു.
अजित हर जय माधव विष्णु अजमुख
ശരണം ഭയഹരണം വരമുനി മാനസ ഭാവവിഹരണം വരമുനി മാനസ ഭാവവിഹരണം വദനം ജനശരണം ഭയഹരണം വരമുനി മാനസ ഭാവവിഹരണം വരബലരസനദം ഭവതരണം വരബലരസനദം ഭവതരണം വനതുളസീദള പൂജിത ചരണം വനതുളസീദള പൂജിത ചരണം
വളരുന്നു മാമമോഹം എന്നോമലേ വളരുന്നു മാമമോഹം എന്നോമലേ തളരുന്നു आदिपूजिते शिवे भवानी आनन्दामृत
पूजिते शिवे भवानी अमृतवर्षिणि अमृतवर्षिणि हरति पूजिते शिवे भवानी श्रीनन्दनानि संरक्षिणि श्रीनन्दनानि संरक्षिणि श्रीनन्दनानि संरक्षिणि श्रीनन्दनानि संरक्षिणि श्रीगुरुः जननी श्रीनन्दनानि संरक्षिणि श्रीगुरुः जननी चिद्रूपिणि श्रीनन्दनानि संरक्षिणि श्रीगुरुः जननी चिद्रूपिणि हृदयनिलये सदये सानन्दहृदयनिलये सदये सत्यसुवृष्टिहे वेदो सत्यतं चिन्तये अमृतेश्वरि सलिल वर्षय 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 सानन्दहृदयनिलये सदये सत्यसुवृष्टिहे वेदो सत्यतं चिन्तये अमृतेश्वरि सलिल वर्षय 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 साग भवनि सरि भवमग साग भवनि सरि भवमग सापानि जग भवमग साग भवनि सरि भवमग सापानि जग भवमग सग भवमग भवनि भनि सग सानि भवमग सानि भवमग सग भवमग भवनि भनि सग सानि भवमग सानि भवमग अमृतवर्षिणि हरति पूजिते शिवे भवानी
ഈ ഒരു സെഷൻ അവസാനിക്കുകയാണ്. ഗംഭീര നൃത്തം വേറെ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം. താങ്ക് യു. സത്യത്തിൽ അടുത്ത കാലത്ത് നടന്നൊരു ഫ്യൂഷൻ അറിയാലോ, എപ്പോഴും നമ്മൾ വരുന്നതാണ്. പക്ഷെ ഒരു സിനിമാ പാട്ടില്ലാതെ ഒരു ഫ്യൂഷൻ, അതൊരു പക്ഷേ സിനിമാ പാട്ട് മോശമായിട്ടല്ല കേട്ടോ, അതില്ലാത്തൊരു സെഷൻ സത്യത്തിൽ ആദ്യമായിട്ട് ഇവിടെയാണ് ശരിക്കും. കാരണം അതിന് കലാമണ്ഡലത്തിന് നല്ലൊരു കയ്യടി ആവാം. എല്ലാവരും സിനിമാ പാട്ട് പാടുന്ന ആൾക്കാരാണ് കേട്ടോ, പക്ഷേ ഈ ഒരു വേദിയിൽ അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അടുത്തൊരു സെഷൻ സത്യത്തിൽ ഒരു തില്ലാനയാണ്. അത് സാക്ഷാൽ സ്വാതി തിരുനാൾ എഴുതിയിട്ടുള്ള തില്ലാന, അതൊരു ഫിലിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെഷനോടുകൂടി അവസാനിക്കുകയാണ് ഈ സെഷൻ. ഡാൻസിലേക്ക് കിടക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരുടെ പേരിലും എല്ലാ ബഹുമാനപ്പെട്ടവരോടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കലാമണ്ഡലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ പേഴ്സണലി എൻ്റെ പേരിൽ താങ്ക് യു. ഹലോ.
തകതരി ഗലരി തകതി കുതരി ഗലരി തുമി കുതകതി നാഗരി ജതോ നാഗരി ഗോരി നാമി നാമി തരി ഗലഗലി തുമി കുതകതി നാഗരി ജതോ നാഗരി ഗോരി നാമി നാമി തരി ഗലഗത നാമി നാമി തരി ഗലഗത നാമി നാമി തരി ഗലഗലി തുമി കുതകതി